ഹാപ്പി വിഷു ഗൈസ്. ഇന്നത്തെ ഒരു ചെറിയൊരു വിഷു വ്ലോഗാണ്. രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് കണിയൊക്കെ കണ്ടു. പക്ഷേ ഉറക്കപ്പിച്ചിലായത് കാരണം ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ ഞാൻ കുളിച്ച് റെഡിയായി അമ്പലത്തിൽ പോവാണ്. അപ്പോൾ ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. രാരു ട്രിവാൻഡ്രത്താണ്. അപ്പോൾ രാരു വരുന്നുണ്ട് സർപ്രൈസായിട്ട്. അച്ഛനമ്മനോടും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാനപ്പോൾ അവളെ പിക്ക് ചെയ്യാനും കൂടെ പോകണം. അങ്ങനെ ഞാൻ പെരിഞ്ഞത്തുള്ള പള്ളിയിൽ അമ്പലത്തിൽ വന്നു, തൊഴുതു. അത് കഴിഞ്ഞപ്പോഴേക്കും അവളെത്തി കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി. അമ്മയൊക്കെ ഭയങ്കര ഇമോഷണലായി. അമ്മ കരഞ്ഞു കേട്ടോ. അമ്മ ഇമോഷണലായി. ഞാനെന്റെ പേരൻസ് ഇമോഷണൽ ആവണ കണ്ടു കരഞ്ഞ കരഞ്ഞമ്മ. നമ്മളൊക്കെ സർപ്രൈസായി വന്നപ്പോഴൊന്നും ആരും ഉണ്ടായിരുന്നില്ല കരയാൻ. ഇത് വിഷുവായിരുന്ന കാരണമാണെന്നാണ് അമ്മ പറയണത് കേട്ടോ. രണ്ടാൾക്കും ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ, ആരും ഇല്ലാണ്ട്. ഇങ്ങനെ അച്ഛനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയായിരുന്നു, അയ്യോ അതിനെ കൊണ്ടുവരായിരുന്നില്ല. ഞാൻ പറഞ്ഞു സാരമില്ല, പരീക്ഷയല്ലേ, പിന്നെ വരാ, വിഷുക്ക് ഇനി ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ രാരുവിനെ കണ്ടപ്പോൾ എല്ലാവരും നല്ല ഹാപ്പിയായി. ഞാൻ രാവിലെ എഴുന്നേറ്റ് പച്ചക്കറിയുടെ കഷ്ണങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടാണ് അമ്പലത്തിൽ പോയത്. അപ്പോൾ തന്നെ വന്നപ്പോൾ തന്നെ വേഗം സാമ്പാറും അവിയലും ഉണ്ടാക്കി. പിന്നെ വിഷുക്കട്ടയിലേക്കുള്ള പാലൊക്കെ പിഴിഞ്ഞു വെച്ച് ക്യാബേജ് കറിക്കുള്ളത് നന്നായിട്ട് തിരുമ്പി എടുത്തു വെച്ചു. അപ്പോഴേക്കും അമ്മ വിഷുക്കട്ടൊക്കെ അടപ്പത്തിട്ടു. അപ്പോൾ രാരുവിനാണ് ഇളക്കാൻ നിർത്തിയേക്കണം. ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അത് അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകും. അതിൻ്റെ ഇടയിൽ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് പോയി കിടന്ന് ഉറങ്ങി. നന്നായിട്ട് ഉറങ്ങി. കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ എഴുന്നേറ്റത്. തലേദിവസം ഇവള് വരുന്നത് കാരണം ഇവള് ട്രെയിൻ ലേറ്റ് ആയിട്ടായിരുന്നു. അപ്പോൾ ഇവള് കയറിയോ ഇല്ലയോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ നേരം എണീറ്റിരുന്നിരുന്നു. കിടന്നപ്പോൾ തന്നെ 2 മണിയായി. പിന്നെ 5:30 എഴുന്നേറ്റ് കണിയൊക്കെ കണ്ട്. അപ്പോൾ അത് കാരണം നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. നന്നായിട്ട് നല്ല സുഖമായിട്ട് ഞാൻ കിടന്നുറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും ഫുഡൊക്കെ കഴിച്ച് ഇലയൊക്കെ പൊട്ടിച്ചുകൊണ്ട് വന്നു. അമ്മ എപ്പോഴും അങ്ങനെ കുറേ കറികളൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. സാമ്പാർ, അവിയൽ, പിന്നെ എന്തെങ്കിലും തോരൻ, ഇഞ്ചിക്കറി, പപ്പടം, അത്രയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ സദ്യ. ഇത്തവണത്തെ വിഷുക്കട്ട ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പായി, പക്ഷെ കുഴപ്പമില്ല, അഡ്ജസ്റ്റബിൾ ആയിരുന്നു. ഞങ്ങൾ കഴിച്ചു കേട്ടോ. പിന്നെ ഈവനിങ് ആയപ്പോൾ ജാനി വന്നിരുന്നു. അങ്ങനെ ജാനീനായിട്ട് കുറേ നേരം കളിച്ച് ചിരിച്ച് അവിടേക്ക് ഇരുന്നു. പിന്നെ അവൾക്ക് നമ്മുടെ കണിയൊക്കെ കാണിച്ചു കൊടുത്തു. ജാനിക്ക് ചില്ലറ പൈസ ഭയങ്കര വീക്ക്നെസ്സാണ്. അപ്പോൾ മൂപ്പരാൾ എൻ്റെ ചില്ലറ പൈസ അടിച്ച് മാറ്റി കൊണ്ടുപോകുമായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടില്ല കേട്ടോ മൂപ്പരാൾ. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ വേഗം തിരിച്ചവിടെ ഇട്ടു കേട്ടോ. എന്തെങ്കിലുമൊക്കെ യൂണീക്കായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇത്തവണ കൈനീട്ടം കൊടുക്കാൻ എന്തെങ്കിലും വെറൈറ്റി സാധനം വേണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ബാങ്കിലാണ്, അവനെക്കൊണ്ട് 1 രൂപയുടെ നോട്ട് ഞാൻ സംഘടിപ്പിച്ചിട്ട് അതാണ്ടാ ഞാൻ എല്ലാവർക്കും കൈനീട്ടം കൊടുത്തത്. അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കും രാരുവിനും ജാനിക്കും. അപ്പം ഭയങ്കര സന്തോഷമായി. ജാനി നമുക്ക് കൈനീട്ടം തന്നു കേട്ടോ. ചോദിക്കട്ടെ, അഭിപ്രായം പറ. എൻ്റെ വീട്ടിൽ പടക്കം മേടിക്കൽ ഭയങ്കര കുറവാണ്. കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് പടക്കം ഭയങ്കര പേടിയാട്ടോ. ഞാനിങ്ങനെ ഞെട്ടിക്കൊണ്ടേയിരിക്കും പടക്കത്തിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പൊട്ടുമ്പോൾ എനിക്ക് കുഴപ്പമില്ല, പക്ഷേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടുമ്പോൾ ഭയങ്കരമായിട്ട് ഞെട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതാരും പടക്കമൊന്നും മേടിച്ചില്ല. ഞാൻ സമ്മതിച്ചില്ല കേട്ടോ മേടിക്കാനായിട്ട്. കമ്പിത്തിരി മാത്രം മേടിപ്പിച്ചുള്ളൂ. കമ്പിത്തിരിയൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് വിഷുക്കട്ടയും ശർക്കര നീരും കൂടി ഇരുന്ന് കഴിച്ചു കേട്ടോ. അതിനുശേഷം ഒരാൾ സ്റ്റെപ്പ് വന്ന് വീണിട്ട് കരച്ചിലാണ്. പിന്നെ ഇത് നമ്മുടെ വീട്ടിലത്തെ മാവാണ്, മൂവാണ്ടൻ മാവ്.
കണ്ടിട്ട് അത് ഒട്ടിച്ച് വെച്ച പോലെ ഇല്ലേ മാങ്ങേനെ തണ്ടുമ്മൽ. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഇത്ര നീളത്തിലുള്ള തണ്ടുമ്മൽ മാങ്ങ ഉണ്ടായി കാണുന്നത്. നല്ല രസമുണ്ട്, കണ്ടിട്ട് പൊട്ടിക്കാനേ തോന്നുന്നില്ല. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നെ ജാനിയുടെ പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ട്. പിന്നെ മാൻഡേറ്ററി വിഷു മൂവി നന്ദന ഇരുന്ന് കുറച്ച് നേരം കണ്ടു. ഞാൻ കുറച്ച് നേരം കണ്ടുള്ളൂ, അവരെല്ലാവരും ഫുള്ളിരുന്ന് കണ്ടു. ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.